What's up guys, it's me, ഹലോ കൂട്ടുകാരെ, അപ്പം ഇന്ന് ഞങ്ങൾ വീണ്ടും നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചിന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയും എല്ലാ മറ്റെല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ ചെയ്യുമ്പോൾ ബി കെയർഫുള്ളായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിട്ടൊരു ഫോട്ടോയോ ഏതൊരു കാര്യം നമ്മൾ സോഷ്യൽ മീഡിയ ഇടുമ്പോഴെല്ലാം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആരെയും നമുക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ലോകമല്ലല്ലോ. എല്ലാവരുടെയും തിങ്കിങ് ഒരേപോലെ ആയിരിക്കത്തില്ലല്ലോ. മെനി ഹെഡ്സ് ആർ മെനി മൈൻഡ്. നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കുന്ന പോലെ അല്ലായിരിക്കും വേറൊരു വ്യക്തി നമ്മളെ പറ്റി ചിന്തിക്കുന്നത്. പല തോട്ട്സിൽ നിന്നും പല ഐഡിയകൾ വരുന്നു. അതുപോലെ എല്ലാവരുടെയും ചിന്താഗതികൾ ഒരുപോലെ അല്ലെന്നുള്ളതാണ് നഗ്ന സത്യം. അതുകൊണ്ട് വെരി കെയർഫുൾ ആയിട്ട് വേണം ആളുകളുമായിട്ട് ഇടപെടലാണേലും ആളുകളെ മനസ്സിലാക്കി തന്നെ വേണം ഇടപെടാൻ. കാരണം എല്ലാ ആളുകളും സ്വീറ്റ് ടോക്കിങ്ങും നല്ലൊരു അടുപ്പമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ലൊരു ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ യാത്രയിലും പല നല്ലവരായ ആളുകളെയും അല്ലാത്ത ആളുകളും ചീത്തയും നല്ലതും എല്ലാം മുടങ്ങി മൾട്ടി കൾച്ചർ പല കൺട്രിയിൽ നിന്നുള്ള ആളുകൾ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും കണ്ടുമുട്ടൊരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ബി കെയർഫുള്ളായിരിക്കണം. ഡിറ്റാച്ച്ഡ് വിത്ത് അറ്റാച്ച്മെൻ്റ് എന്ന് പറയത്തില്ലേ, ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം ആളുകളുമായിട്ട്. കംപ്ലീറ്റ്ലി വെരി ക്ലോസ് ടു ആകരുത്. എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യാൻ. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഏത് മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും അത് ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ സെലക്റ്റീവ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. എല്ലാവരെയും നമുക്ക് കോണ്ടാക്റ്റിൽ വെക്കാൻ പറ്റത്തില്ല. അതിലേറ്റവും വാല്യുബിളായ ഏറ്റവും ക്വാളിറ്റിയുള്ള പീപ്പിളിനെ നമ്മൾ സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുത്ത് നമ്മുടെ കോണ്ടാക്റ്റിൽ വെക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെയാണ് നല്ലൊരു കാര്യം എന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാവരും നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ലായിരിക്കാം. പക്ഷേ നമ്മളോട് അത്രയും സ്നേഹവും അടുപ്പമുള്ളവർ മാത്രമേ നമ്മളുടെ നന്മ ആഗ്രഹിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ഒന്ന് കെയർഫുള്ളായിരിക്കുന്നത് നല്ലതായിരിക്കും ജീവിതത്തിൽ നിന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാൻ അതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ കുറേ വർഷങ്ങളുടെ യാത്രയിൽ കണ്ട കാഴ്ചകളാണ്. അപ്പം നമുക്കൊരു പറയാനൊരു വേദി എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയുള്ള ചില സമയങ്ങൾ നമുക്ക് നടക്കാനും ഒക്കെ പോകുന്ന സമയങ്ങളിലേ നമുക്ക് എന്തെങ്കിലും നമ്മുടെ മനസ്സ് തുറക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം. അപ്പം ജീവിതത്തിൻ്റെ ഓരോ യാത്രയിലും വളരെ 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 കെയർഫുള്ളായിരിക്കണം. ജീവിതം എന്ന് പറയുന്നത് ഒട്ടും ഈസിയല്ല. ജീവിതം ഒന്ന് പച്ച പിടിച്ചെടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾ വളരുന്ന സമയം ഡ്രസ്സ്, അവർ വളർന്ന ടീനേജ് ഡ്രസ്സ്, അവർ പിന്നെ വളർന്നൊരു ജോലിയാവുന്നത് ഡ്രസ്സ്, ജോലി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്നത് വരെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും സ്ട്രെസ്ഫുള്ള് തന്നെയാണ്. അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് മാനേജ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. നമ്മൾ മാത്രമേ ഉള്ളൂ. അറ്റ് ദ എൻഡ് നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ നമ്മളുടെ കൂടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം ശരിക്കും നമ്മൾ ബൂസ്റ്റ് ചെയ്ത് സ്ട്രോങ് ആക്കി മുന്നോട്ടങ്ങ് പോയേക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.